അമ്മേ അമ്മോ ചോറ് കഴിക്കുന്ന ഇന്ന് ഫസ്റ്റ് ഇന്നിപ്പോ ഇതിനെ കൊണ്ട് ചേർത്തത് അവിടല്ലേ ചോറ് കഴിക്കുന്ന Good afternoon. Good afternoon, ma'am. Okay. Good afternoon. Good afternoon. Good afternoon. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? കഴിച്ചു. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. കഴിച്ചോ? കഴിച്ചു. ഇപ്പൊ തന്നെ കഴിച്ചേക്കും. അപ്പൊ ഇന്നത്തെ നമ്മള് ഫാർമസിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അതായത് ഒരു ഫാർമസിയിൽ സൂക്ഷിക്കുന്ന റെക്കോർഡുകൾ ഏതൊക്കെയാണ്, രജിസ്റ്ററുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ. പിന്നെ പിൻ കാർഡിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ. പിൻ കാർഡ് എന്തിനെയാണ് എക്സിബിറ്റ് ചെയ്യുന്നത്? സ്റ്റോക്ക് പൊസിഷൻ ആണ് അല്ലെ. അതായത് ആ ഒരു ഫാർമസിയിലുള്ള മരുന്നുകളുടെ സ്റ്റോക്ക് ലെവലുകളൊക്കെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്താണ്? പിൻ കാർഡാണ്. പിൻ കാർഡിനെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ എന്താണ് കണ്ടത്? യെസ്, പിന്നെ നമ്മൾ പറഞ്ഞത് യെസ്, സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് അല്ലെ. മരുന്നുകളുടെ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പല ടൈപ്പ് മരുന്നുകളുണ്ട് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. അതെല്ലാം സ്റ്റോർ ചെയ്യുന്ന രീതിയും വ്യത്യാസമുണ്ട് അല്ലെ. ഇപ്പൊ ജനറൽ ഡ്രഗ്സുകൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, നാർക്കോട്ടിക് ഡ്രഗ്സുകൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, പിന്നെ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് ഉണ്ട് അല്ലെ. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അത് സ്റ്റോർ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ് അല്ലെ. അതുപോലെ തന്നെ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകളുണ്ട്. അതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ വരാവുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു പ്രൊസീജിയർ നമ്മൾ കണ്ടു അല്ലെ. അതായത് ഒരു ഡോക്ടർ മരുന്നിന് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് തൊട്ട് ആ ഒരു ഫാർമസിയിൽ നിന്ന് പേഷ്യന്റിലോട്ട് ആ മരുന്ന് എത്തുന്നത് വരെയുള്ള ആ ഒരു പ്രൊസീജിയറുകൾ അല്ലെ, അത് നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമുക്കറിയാം ഏറ്റവും ഒരു പ്രൈമറി ഫിനാൻഷ്യൽ സോഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അത് ഈ പറയുന്ന പേഷ്യന്റിൽ നിന്ന് ലഭിക്കുന്ന പേയ്മെന്റ് തന്നെയാണ് അല്ലെ, പ്രൈമറി സോഴ്സ്. പിന്നെ മറ്റു പല സോഴ്സുകൾ നമ്മൾ പറഞ്ഞു, ഡൊണേഷനിലൂടെ ലഭിക്കാം അല്ലെ, അതുപോലെ എൻഡോമെന്റ് ഫണ്ടുകള്, ഇതിലൂടെയൊക്കെ ലഭിക്കുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്ന വരുമാനങ്ങളാണ്. പക്ഷെ പ്രൈമറി സോഴ്സ് ഓഫ് പേയ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് എന്ത് തന്നെയാണ്? ദാറ്റ് ഇസ് ദ ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ് ആണ് അല്ലെ, പേഷ്യന്റിൽ നിന്ന് ലഭിക്കുന്ന ചാർജ് ആണ്. ഓക്കെ. പിന്നെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ് ആണ് അല്ലെ. അവിടെ വരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. സാധാരണ ഒരു ഫാർമസി സേവനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഫാർമസി അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ് അത് നമ്മൾ പറഞ്ഞു. പിൽഫറേജ് അല്ലെ, കളവ്, ഇതൊക്കെ പോയിന്റുകളാണ് കേട്ടോ. പിന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ്, ക്യാരിയിങ് കോസ്റ്റ് അല്ലെ, മരുന്നുകൾ നമുക്ക് എത്തിക്കാനുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വേണ്ടേ, ക്യാരിയിങ് കോസ്റ്റ്. അതുപോലെ തന്നെ ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്, എക്സ്പയറി ഡ്രഗ്സ്, ലാസ്റ്റ് നമ്മൾ ഷോർട്ടേജ് ഡ്രഗ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നമ്മൾ ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണ്, ഇത്രയും ഓക്കെ ആണ്. സോ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ.
ഇനി നമുക്ക് ഏറ്റവും അവസാന ഭാഗത്തേക്ക് നോക്കാം കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ് കേട്ടോ. ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ അവരുടെ റോൾ എന്താണ് കേട്ടോ, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നാണ് പഠിക്കാനായിട്ടുള്ളത്. നമുക്കറിയാം അല്ലെ, ചീഫ് ഫാർമസിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? എംഫാം ആണ് യോഗ്യത അല്ലെ. നമ്മൾ ആ ഫ്ലോ ചാർട്ട് പഠിച്ചപ്പോ കണ്ടതാണ് അല്ലെ. ചീഫ് ഫാർമസിസ്റ്റ് ആരാണ്? ഹീസ് ദ സീനിയർ ഫാർമസിസ്റ്റ് ആണ് അല്ലെ, ഹു മാനേജസ് ദ എൻറ്റയർ ഫാർമസി, മുഴുവൻ ഫാർമസിയിലും മാനേജ് ചെയ്യുന്ന വ്യക്തിയാണ് ആര്? ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എംഫാം ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോ അദ്ദേഹത്തിന്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റിയുടെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് കേൾക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. എന്താണ് പറയുന്നത്? ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെ. നമ്മൾ ഈ കമ്മിറ്റിയെ പറ്റി കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പറയുന്നതാണ് അല്ലെ. അത് ഒരു ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ് അല്ലെ. അപ്പൊ ഈ കമ്മിറ്റിയുടെ തീരുമാനങ്ങള് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങള്, ശുപാർശകള് ഇതെല്ലാം ഫുൾഫില്ല് ചെയ്യുന്നതിനുള്ള, മീറ്റ് ചെയ്യുന്നതിനുള്ള, നിർവഹിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അദ്ദേഹത്തിലൂടെയാണ് അല്ലെങ്കിൽ അദ്ദേഹമാണ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അല്ലെ. കമ്മിറ്റി തരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഫാർമസിയിലെ ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യേണ്ടതാണ് ചീഫ് ഫാർമസിസ്റ്റ് ആണല്ലോ. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങള്, തീരുമാനങ്ങൾ ഫുൾഫില്ല് ചെയ്യുക, നിറവേറ്റുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഡിസ്പെൻസിംഗ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് ടു ദ സെപ്പറേറ്റ് ഏരിയാസ്. എന്താണ് പറയുന്നത്? ഡിസ്പെൻസിംഗ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് ടു ദ സെപ്പറേറ്റ് ഏരിയാസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ സെപ്പറേറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ വാർഡുണ്ട്, റൂമുകളുണ്ട്, അതുകൂടാണ്ട് ICU ഉണ്ട്, അങ്ങനെ ഒരുപാട് ഏരിയകളുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം ഏരിയകളിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകള്, ഫാർമസ്യൂട്ടിക്കൽസ്, മറ്റ് കെമിക്കൽ ഡ്രഗ്സുകളൊക്കെ ഡിസ്പെൻസ് ചെയ്യുക, അതായത് വിതരണം ചെയ്യുക, അതിനൊക്കെയുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ചീഫ് ഫാർമസിസ്റ്റിനാണ് കേട്ടോ. അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഏരിയകളിലേക്കും അവരെ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളായിക്കോട്ടെ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകള് ഡിസ്പെൻസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? ചീഫ് ഫാർമസിസ്റ്റിനാണ്. ഓക്കെ, ഡിസ്പെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവര് നേരിട്ട് മരുന്ന് കൊണ്ട് കൊടുക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാ ഏരിയകളിലേക്കും അവരുടെ റിക്വയർമെന്റിനനുസരിച്ച് മരുന്നുകൾ എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ് അനുസരിച്ച് മരുന്നുകളൊക്കെ എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കേണ്ടത് ചീഫ് ഫാർമസിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്, മെയിൻ്റനൻസ് ഓഫ് ആക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. എന്താണ് പറയുന്നത്? മെയിൻ്റനൻസ് ഓഫ് ആക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. അതായത് അടിയന്തര മരുന്നുകൾ ഉണ്ടാവുമല്ലോ, എമർജൻസി ഡ്രഗ്സുകള്, എമർജൻസി മരുന്നുകളെയും അതുപോലെ തന്നെ ആന്റിഡോട്ട്സ് ഇതെല്ലാം പറയാട്ടോ. ആന്റിഡോട്ട്സ് അവയുടെ അംഗീകൃത സ്റ്റോക്ക് നിലനിർത്തുക എന്നുള്ളതും ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, എമർജൻസി ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്, ഒരിക്കലും എന്താവാൻ പാടില്ലത്? സ്റ്റോക്ക് ഔട്ട് ആവാൻ പാടില്ല അല്ലെ. അതുകൊണ്ട് എമർജൻസി മരുന്നുകളും അതുപോലെ തന്നെ ആന്റിഡോട്ട്സ്. ആന്റിഡോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? അതായത് നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ എന്തെങ്കിലും പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് കരുതുക. അപ്പൊ ആ ഒരു പോയിസണസ്, ആ ഒരു ടോക്സിക് ഇഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് ആന്റിഡോട്ട്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇപ്പൊ എന്തെങ്കിലും പോയിസൺ അടിക്കോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പോയിസണസ് ഇഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മെഡിസിൻസിനെയാണ് ആന്റിഡോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ആന്റിഡോട്ട്സുകളുടെയും അതുപോലെ എമർജൻസി മരുന്നുകളുടെയും അംഗീകൃതമായിട്ടുള്ള സ്റ്റോക്ക് നിലനിർത്തുക എന്നുള്ളത് ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്വമാണ്. ഇതൊക്കെ എമർജൻസി മെഡിസിൻസ് ആണ്, അത് എപ്പോ വന്നാലും ആവശ്യം വരുന്നതാണ്. അത് എന്താവാൻ പാടില്ല? സ്റ്റോക്ക് ഔട്ട് ആവാനായിട്ട് പാടില്ല അല്ലെ. ആ രീതിയിൽ കറക്റ്റ് മെയിൻ്റനൻസും മറ്റും നോക്കേണ്ടത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഓരോ പോയിന്റുകളും നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ, ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറയണം കേട്ടോ. അടുത്തതാണ് ഡിസ്പെൻസിംഗ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് എക്സോട്ടിക്. എന്താണ് പറയുന്നത്?
ഡിസ്പെൻസിങ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, നാർക്കോട്ടിക് ഡ്രഗ്സുകൾ കുറച്ചെണ്ണം പഠിച്ചിരുന്നു അല്ലെ. ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടാവും? മോർഫിൻ അല്ലെ, എത്തിലൈൻ, ബാർബിറ്റൂറേറ്റ്സ്, അതൊക്കെ എന്താണ്? നാർക്കോട്ടിക് ഡ്രഗ്സുകളാണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഇത്തരം മരുന്നുകൾ എന്ന് പറഞ്ഞാല് വളരെ സെക്യൂർഡ് ആയിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാൻ, ലോക്ക് ചെയ്ത് വേണം സൂക്ഷിക്കാൻ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ മാത്രമല്ല ഇത് ഇങ്ങനെയുള്ള മരുന്നുകൾ ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ, മോർഫിൻ ഒക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പൊ ഇത്തരം നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ഡിസ്പെൻസ് ചെയ്യുന്നതിനായിട്ട് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുകൾ, ലൈസൻസ്ഡ് ഫാർമസിസ്റ്റുകൾക്ക് മാത്രമാണ് എങ്ങനെയുള്ള നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ഡിസ്പെൻസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളൂ. എല്ലാവർക്കും ഇല്ല. ലൈസൻസ്ഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾക്ക് മാത്രമാണ്. കാര്യം ഇത് മിസ്യൂസ് ചെയ്യപ്പെടാനൊക്കെ ചാൻസ് ഉള്ള മരുന്നുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള നാർക്കോട്ടിക് ഡ്രഗ്സുകള്, അതുപോലെ അതിന്റെ കണക്കും കാര്യങ്ങളും, അപ്പൊ നാർക്കോട്ടിക് മരുന്നുകളുടെ വിതരണവും അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ അല്ലേ? ഡിസ്പെൻസിങ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്. ഇപ്പൊ സാധാരണ ഫാർമസിസ്റ്റുകളെല്ലാം ചീഫ് ഫാർമസിസ്റ്റ് ആണ് അതിന്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടത്. ഓക്കെ, അടുത്തതാണ് ഡെസിഗ്നേഷൻ ഫോർ വാരിയസ് ഫ്ലൂയിഡ്സ്. എന്താണ് പറയുന്നത്? ഡെസിഗ്നേഷൻ ഫോർ വാരിയസ് ഫ്ലൂയിഡ്സ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? വാരിയസ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? IV ഫ്ലൂയിഡ്സ് ആണ് കേട്ടോ. നമ്മൾ ട്രിപ്പ് ഇടാനായിട്ട് കേട്ടില്ലേ ഫ്ലൂയിഡ്സുകൾ, IV ഫ്ലൂയിഡ്, ഇൻട്രാവെനസ് ഫ്ലൂയിഡ്സ് എന്നാണ് പറയാ അല്ലെ. That means it is the process of identifying, categorizing and labeling the fluids ആണ് കേട്ടോ. അതായത് നമ്മൾ എത്ര കോൺസെൻട്രേഷനിലാണ് ഈ IV ഫ്ലൂയിഡ്സുകൾ കൊടുക്കേണ്ടത്. ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ പേഷ്യൻസിന്റെ അവരുടെ കണ്ടീഷൻസിനനുസരിച്ച് ഇപ്പൊ കൊടുക്കുന്ന IV ഫ്ലൂയിഡ്സിനകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത് ആരാണ്? ഓക്കെ ഓക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ചീഫ് ഫാർമസിസ്റ്റ്, അദ്ദേഹമാണ് കൊടുക്കുന്നത് കേട്ടോ. എത്ര കോൺസെൻട്രേഷൻ, എത്ര സമയം, എത്ര അളവിൽ കൊടുക്കണം, അങ്ങനെയുള്ള IV ഫ്ലൂയിഡ്സിന്റെ ഡെസിഗ്നേഷൻസും മറ്റും ചെയ്യുന്നത് ആരാണ്? അത് ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞ ഡെസിഗ്നേഷൻ ഫോർ വാരിയസ് ഫ്ലൂയിഡ്സ്. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, സ്ക്രൂട്ടിനി ഓഫ് IV എന്ന് പറഞ്ഞാൽ ഇൻട്രാവെനസ്. ഇൻട്രാവെനസ് നമ്മൾ പഠിച്ചതാണ് കേട്ടോ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, IV എന്ന് പറഞ്ഞ എന്താ? ഇൻട്രാവെനസ് അല്ലെ. ഇൻട്രാവെനസ് എന്ന് പറഞ്ഞ വെയിലിലൂടെ നമ്മൾ നേരിട്ട് വെയിലിലേക്ക് കുത്തിയിട്ടല്ലേ മരുന്ന് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ടാബ്ലറ്റ് കഴിക്കുന്നതിനേക്കാൾ എഫക്റ്റ് ആണ് IV ആയിട്ട് കൊടുക്കുന്നത്. നേരിട്ട് ബ്ലഡിലോട്ട് നമ്മൾ കൊടുക്കുകയാണ് അല്ലെ. ഓക്കെ, വെയിലിലോട്ട് നമ്മൾ നേരെ കുത്തിയിട്ടല്ലേ കൊടുക്കുന്നത്. അതിനെയാണ് IV കൊടുക്കുക. IV എന്നാണ് പറയുക കേട്ടോ. IV എന്ന് കേൾക്കുമ്പോ ഒക്കെ നേരിട്ട് വെയിലിലേക്ക് കുത്തിയിട്ട് കൊടുക്കുകയാണ്, മെഡിസിൻസ് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വാരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാല് സൂക്ഷ്മ പരിശോധന എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സൂക്ഷ്മ പരിശോധന എന്നുള്ള അർത്ഥമാണ് കേട്ടോ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാല്. സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വാരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്. നമ്മൾ ഈ പറയുന്ന മരുന്നുകളുടെ ഉപയോഗത്തിന്റെ ഓരോ ഘട്ടത്തിലും സൂക്ഷ്മമായിട്ടുള്ള പരിശോധനകളും മറ്റും നടത്തുക എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ മരുന്നുകൾ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിലും മരുന്നുകൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നമ്മളത് കൊണ്ടുവരുമ്പോൾ ഉടനെ തന്നെ ഡിസ്പെൻസ് ചെയ്യോ? ഇല്ല അല്ലെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യണം. ക്വാളിറ്റി നോക്കണം, അതിന്റെ ക്വാണ്ടിറ്റി നോക്കണം അല്ലെ. അതുപോലെ അതിന്റെ കണ്ടന്റുകൾ മറ്റും എല്ലാം കറക്റ്റ് ആണോ നോക്കണം അല്ലെ. എക്സ്പയറി ഡേറ്റ് ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അതിന്റെ ബാച്ച് നമ്പർ ഇതൊക്കെ നോക്കണം. അങ്ങനെ ഈ പറയുന്ന മരുന്നുകളുടെ ഉപയോഗത്തിന്റെ ഓരോ ഘട്ടത്തിലും സൂക്ഷ്മ പരിശോധന ഉറപ്പാക്കേണ്ടതും അതൊക്കെ ആരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. കാര്യം അത്രയും അറ്റ്മോസ്റ്റ് കെയർ എടുക്കണം. മരുന്നാണ്, ആർക്കുള്ള പേഷ്യൻസിന് കൊടുക്കുന്നതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് ഭയങ്കര പ്രോബ്ലംസ് ആവും. അതുകൊണ്ടാണ് അത്രയേറെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. മെഡിക്കൽ ഫീൽഡ് അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വാരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, പ്രിപ്പറേഷൻ ഓഫ് ഇന്റൻസ്, ഇഷ്യൂ ആൻഡ് റെസിപ്റ്റ് വൗച്ചർ കേട്ടോ. പ്രിപ്പറേഷൻ ഓഫ് ഇന്റൻസ്. ഇന്റൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. എന്താണ്? ഒരു മരുന്നിന്റെ റിക്വസിഷൻ, മീൻസ് മരുന്ന് പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റിക്വസിഷൻ കൊടുക്കുന്നതിനെയാണ് അല്ലെ. പ്രിപ്പോസിഷൻ അല്ല കേട്ടോ നബീല, പ്രിപ്പോസിഷൻ വേറെയാണ് കേട്ടോ. അത് ഇംഗ്ലീഷ് വേർഡാണ് പ്രിപ്പോസിഷൻ. ഞാൻ പറഞ്ഞത് റിക്വസിഷൻ ആണ് കേട്ടോ, അഭ്യർത്ഥനയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പ്രിപ്പോസിഷൻ ഇംഗ്ലീഷിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, റിക്വസിഷൻ ആണ്.
അഭ്യർത്ഥനയാണ്. നമ്മൾക്കൊരു എന്താ പറയാ മെഡിസിൻസ് വേണമെന്നുള്ള റിക്വസ്റ്റ് അഭ്യർത്ഥന കൊടുക്കുന്ന അതിനെയാണ് നമ്മൾ ഇന്റന്റിംഗ് എന്നാണല്ലോ അതിനെ പറയാ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഇന്റൻസുകള്, അതുപോലെ തന്നെ അതായത് റിക്വസിഷൻ കൊടുക്കുക, മരുന്നുകൾ ഇഷ്യൂ ചെയ്യുക, പിന്നെ റെസിപ്റ്റ് വൗച്ചറുകൾ, നമ്മുടെ മരുന്നുകളുടെ ഇടപാടുകളും മറ്റുമായി ബന്ധപ്പെട്ട എന്താ പറയാ റെസിപ്റ്റുകള് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്? ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് ഇന്റൻസ്, ഇഷ്യൂ ആൻഡ് റെസിപ്റ്റ് വൗച്ചർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇൻവെന്ററി എന്ന് പറഞ്ഞാല് സ്റ്റോക്ക് എന്നുള്ള അർത്ഥമാണ്. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക. ഫാർമസിയിൽ ആവശ്യത്തിനനുസരിച്ചുള്ള മരുന്നുകളും മറ്റും സ്റ്റോക്ക് ഒക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതൊക്കെ ആരുടെ ഉത്തരവാദിത്വമാണ്? ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റോർസ്, ലെഡ്ജേഴ്സ് ആൻഡ് റെക്കോർഡ്സ്. ഇതാണ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റോർസ്, ലെഡ്ജേഴ്സ് ആൻഡ് റെക്കോർഡ്സ് കേട്ടോ. അതായത് മെഡിക്കൽ ഈ പറയുന്ന മരുന്ന് വിതരണം ചെയ്യുന്ന സ്റ്റോറുകള്, പിന്നെ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ കണക്ക് പുസ്തകങ്ങളൊക്കെയാണ് കേട്ടോ. മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട ലെഡ്ജറുകള്, റെക്കോർഡുകൾ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്വമാണ്. പിന്നെ വരുന്നത് പ്രൊവിഷൻ ഓഫ് ആൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ. എന്താ ഉദ്ദേശിക്കുന്നത്? പ്രൊവിഷൻ ഓഫ് ആൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ അല്ലെ. അതായത് ഈ പറയുന്ന വൈദ്യുതി വിതരണത്തിനായിട്ട്, ഇലക്ട്രിസിറ്റി സപ്ലൈക്കായിട്ട് ഒരു ആൾട്ടർനേറ്റീവ് പ്രൊവിഷൻ കണ്ടെത്താന്നുള്ളത് ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ്. അതെന്താ ഇവിടെ അങ്ങനെ വരുന്നത്? അതായത് നമുക്കറിയാം കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകളൊക്കെ ഉണ്ട് അല്ലെ. നമ്മൾ ഡീപ് ഫ്രീസ് ഒക്കെ ചെയ്ത് സ്റ്റോർ ചെയ്യേണ്ട മരുന്നുകളും മറ്റും. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ ഒരു പവർ ഫെയിലിയർ ഒക്കെ വന്നു കഴിഞ്ഞാല് നമ്മൾ ഇത്തരത്തിലുള്ള കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുന്ന മരുന്നുകളെയൊക്കെ അത് ബാധിക്കും അല്ലെ. കാര്യം നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ അത്തരം മരുന്നുകൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് പറയുന്നത്? പ്രൊവിഷൻ ഓഫ് ആൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ. അതായത് ഇപ്പൊ ഫാർമസിയിൽ എപ്പോഴും ഒരു ഇലക്ട്രിസിറ്റി സപ്ലൈക്കുള്ള ഒരു എന്താ പ്രൊവിഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ടത് ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. പിന്നെ വരുന്നത് സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. നേരത്തെ പറഞ്ഞതാണ്. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മ പരിശോധന എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, അതായത് മരുന്നുകളുടെ സൂക്ഷ്മ പരിശോധനകള്, അതിന്റെ ക്വാളിറ്റിയും മറ്റും നമ്മൾ കൃത്യമായിട്ട് നോക്കുക. പിന്നെ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്. ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്, അതായത് നമ്മൾ ആ ഫ്ലോ ചാർട്ട് പഠിച്ചില്ലേ? ഓർമ്മയില്ലേ ഫ്ലോ ചാർട്ട്? ഇവിടെ ഇരുന്ന് ഫ്ലോ ചാർട്ട് കണ്ടോ? ചീഫ് ഫാർമസിസ്റ്റിന്റെ കീഴിലായിട്ട് എത്രത്തോളം ഫാർമസിസ്റ്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ കണ്ടതാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഫാർമസിസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്? ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെ എസ് എ ചീഫ് ഫാർമസിസ്റ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് അല്ലെ. അവരിലൂടെയാണ് ഇദ്ദേഹം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫാർമസിസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങള്, അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസും മറ്റും കൊടുക്കാനുള്ളതും ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ്. പിന്നെന്താണ്? പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസി. അതുപോലെ ഫാർമസിയിൽ ഉപയോഗപ്പെടുത്തുന്ന മരുന്നുകളുടെയും അല്ലെങ്കിൽ മരുന്ന് സംബന്ധമായിട്ടുള്ള എല്ലാത്തിന്റെയും കൃത്യമായിട്ടുള്ള പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട്, മരുന്നുകളുടെ ഉപയോഗത്തിന്റെയും മറ്റും ആ ഒരു റിപ്പോർട്ട് പീരിയോഡിക് റിപ്പോർട്ടാണ് കേട്ടോ തോന്നുന്നത്. അതായത് ഇടയ്ക്കിടയ്ക്ക് ശരിയായ ഒരു ഇന്റർവെൽ ഓഫ് ടൈം, അങ്ങനെ ഇത്ര നാളെ കൂടുമ്പോഴെങ്കിലും ഒരു പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ടുകൾ അവിടെ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ അവിടുത്തെ വർക്ക് ഫ്ലോ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ ഫാർമസിയിൽ എത്ര മരുന്നുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതിന്റെ സ്റ്റോക്ക് ലെവൽ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടും അത് പീരിയോഡിക് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അത് സബ്മിറ്റ് ചെയ്യേണ്ടതും അതിന്റെ പരിശോധനകളും മറ്റുമൊക്കെ നടത്തേണ്ടത് ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഏറ്റവും ഒടുവിലത്തെ പോയിന്റ് എന്താ നോക്കി? പേഷ്യന്റ് എഡ്യൂക്കേഷൻ. പേഷ്യന്റ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ രോഗിക്ക് എന്താണ് മരുന്നുകളെ പറ്റിയിട്ടുള്ള കൗൺസിലിങ്ങും മറ്റുമൊക്കെ കൊടുക്കുക അല്ലെ. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഒരു രോഗിക്ക് അസുഖം വന്നു കഴിഞ്ഞാല് ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ ഫലവത്താവണമെങ്കിൽ പേഷ്യന്റിന്റെ കൂടെ സഹകരണം ആവശ്യമാണ് അല്ലെ.
അവർക്കും അവരുടെ രോഗത്തെ പറ്റി ഒരു എന്താണെന്ന് അവരും അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകളും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റും ഒക്കെ അവർക്ക് എടുക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് പേഷ്യൻസിന് ഇപ്പൊ മരുന്നുകളെ പറ്റിയുള്ള ചിലപ്പോൾ ഇത് അലോപ്പതിക് മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ ചില സൈഡ് ഇഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ അവയറാക്കി കൊടുക്കുക. അതിലുള്ള അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പേഷ്യന്റ് എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്ന അതാണ്. രോഗികൾക്ക് മരുന്നുകളെ പറ്റിയുള്ള വിവരങ്ങളും മറ്റും പ്രൊവൈഡ് ചെയ്യുന്നവരെ കൗൺസിലിംഗ് മറ്റൊക്കെ കൊടുക്കുക കേട്ടോ. കൗൺസിലിംഗ് മീൻസ് മരുന്നുകളുടെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. അതൊക്കെ ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിക്കകത്ത് വരുന്നതാണ്. ഓക്കെയാണ് ഇത്രയും പോയിന്റ്സുകള്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയായിരുന്നു? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ശുപാർശകൾ കൃത്യമായിട്ട് ഫുൾഫിൽ ചെയ്യുക. പിന്നെ ഹോസ്പിറ്റലിലെ ഓരോ ഏരിയകൾക്കും ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ക്ലിനിക്കൽസ് ഒക്കെ സപ്ലൈ ചെയ്യുക. പിന്നെ എമർജൻസി മരുന്നുകളുടെയും ആന്റിഡോട്സുകളുടെയും അംഗീകൃത സ്റ്റോക്ക് നിലനിർത്തുക. പിന്നെ നാർക്കോട്ടിക് മരുന്നുകളുടെ എന്താ പറയുക വിതരണം, അതിന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. IV ഫ്ലൂയിഡ്സുകളുടെ ഒക്കെ കൃത്യമായിട്ടുള്ള കോൺസെൻട്രേഷൻ, അതിന്റെ ഡെസിഗ്നേഷനും മറ്റും ചെയ്യുക. പിന്നെ ഓരോ മരുന്നുകളുടെ ഓരോ ഉപയോഗത്തിന്റെ ഓരോ ഘട്ടത്തിലും സൂക്ഷ്മ പരിശോധന നടത്തുക. പിന്നെ മരുന്നുകളുടെ ഇന്റന്റ് കൊടുക്കുക, അതായത് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുക, ഇഷ്യൂ ചെയ്യുക. മരുന്നുകളുടെ ഇടപാടുകളായിട്ടുള്ള റെസീപ്റ്റുകളും മറ്റുള്ള വൗച്ചറുകളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഇൻവെന്ററി കൺട്രോൾ, സ്റ്റോക്ക് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ആൾട്ടർനേറ്റീവ് ഇലക്ട്രിസിറ്റി സപ്ലൈയിലുള്ള പ്രൊവിഷൻ വെക്കുക. പിന്നെ എന്താ പറയാ, ഫാർമസിസ്റ്റുകൾ, അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫാർമസിസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ടീച്ചിങ്ങും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുക. ഫാർമസി സംബന്ധമായിട്ടുള്ള പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. പേഷ്യൻസിന് മരുന്നുകളെ സംബന്ധിക്കുന്ന അവയർനെസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി നമ്മുടെ ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എളുപ്പമുള്ള ചാപ്റ്ററിലെ ഇത് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഫാർമസി എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സുകൾ അല്ലെ, അവരുടെ പ്രധാനപ്പെട്ട ഒരു ഫാർമസിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഫാർമസിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, പിന്നെ ഫാർമസിയുടെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, അത് ഓർത്ത് വെക്കണം കേട്ടോ. ഐഡിയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ ആണ് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറും ആവാം, ഫസ്റ്റ് ഫ്ലോറും ആവാം കേട്ടോ. രണ്ടും ഓപ്ഷൻസിൽ വരും. അപ്പൊ രണ്ടും ബോത്ത് A and B ആണെങ്കിൽ അതാണ് ആൻസർ ചെയ്തത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ അവിടെ ഓർക്കേണ്ടത് എന്താ പറയാ, ഫാർമസിസ്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ബ്ലഡ് സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ടാബുലർ കോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ബൈമാർക്ക് ചെയ്ത് പഠിക്കണം. അതിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. പിന്നെ ഫ്ലോ ചാർട്ട്, ഓക്കെ, ഫ്ലോ ചാർട്ട് ഓർക്കാം. പിന്നെ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്, സെക്രട്ടറി ആരാണ്, കമ്മിറ്റിയുടെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്, ഓക്കെ. പിന്നെ ഡ്രഗ് ഫോർമുലറി എന്താണ്, ഇത് മറക്കരുത്. ഡ്രഗ് ഫോർമുലറി എന്താണ്, അപ്പൊ ഫോർമുലറി എങ്ങനെയാണ് ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ 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 ഓക്കെ, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പൊ ശരി, അപ്പൊ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു വെച്ചാൽ ശരിക്കും ഞാൻ അശ്വതി മിസ്സിന്റെ ക്ലാസ്സിലാണ്. മിസ് ലീവായിരുന്നതുകൊണ്ട് ഞാൻ മിസ്സിന്റെ ക്ലാസ്സിൽ കയറിയതാണ് കേട്ടോ. എനിക്ക് ആഴ്ചയിൽ 2 അവർ വരുന്നുള്ളൂ. 2-3 അവർ ആയിരുന്നു. 1 അവർ ഇല്ല, നിലവില് വേറെ ബാച്ചിലേക്ക് ഇട്ടതായിരുന്നു. അപ്പൊ 2 അവറാണ് വന്നത് കേട്ടോ. എനിക്ക് വരുന്നത് ഏതൊക്കെ ദിവസം ഓക്കെ. കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. മിസ്സായ ക്ലാസ്സുകളുടെ റെക്കോർഡഡ് ക്ലാസ് കിട്ടുമല്ലോ, അത് കണ്ടാൽ മതി കേട്ടോ. അപ്പോ ട്യൂസ്ഡേ തേഴ്സ്ഡേ ആണ് വരുന്നത്. ഇന്നും ആണ്, ഈ 2 ദിവസങ്ങളിലാണ് എനിക്ക് അവർ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ കുഴപ്പമില്ലല്ലോ ഈ ചാപ്റ്റർ. വേറെ ക്ലാസ്സിൽ ഏത് ടീച്ചറായിരുന്നു? ട്രിസ മിസ് ആയിരുന്നു കേട്ടോ. ട്രിസ മിസ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ഇനി വായിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയാലോ? അങ്ങനെയാണെങ്കിൽ പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയാൽ എല്ലാവരും ഓക്കെ ആണോ? ശരി, അങ്ങനെയാണെങ്കിൽ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. ചാപ്റ്ററിന്റെ പേര് നോട്ട് ചെയ്തോ കേട്ടോ. ഡയാലിസിസ് സർവീസസ് ആണ് കേട്ടോ. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയാലിസിസ് സർവീസസ് ആണ്. ഓക്കെ,
രണ്ടാമത്തെ മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് കേട്ടോ. എനിക്കൊരു 8ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്റർ നമ്പർ എന്താണ് ചോദിക്കാനുണ്ടോ? എക്സാം എന്നാണ്. എക്സാം വരുന്നത് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളുകളിലെ ചാപ്റ്ററുകളെല്ലാം തീരില്ലേ? തീർന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സാം വരും കേട്ടോ. മൊഡ്യൂൾ എക്സാം ആണ് കേട്ടോ. മൊഡ്യൂൾ എക്സാം വരും. ഓക്കെ, ഫസ്റ്റും സെക്കൻഡും ചാപ്റ്ററുകൾ തീർന്നിട്ടില്ലല്ലോ, എടുത്തോണ്ടിരിക്കണല്ലേ ഉള്ളൂ. ഓക്കെ, അതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ 2-3 സ്റ്റഡി ലീവ് ഒക്കെ തരും. അത് കഴിഞ്ഞാൽ മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. ഫസ്റ്റും സെക്കൻഡിലും സെപ്പറേറ്റ് മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. പുതിയൊരു ചാപ്റ്റർ ആണ്, ചാപ്റ്റർ നമ്പർ 8, ഡയാലിസിസ് സർവീസസ് അല്ലെ. അപ്പൊ ഡയാലിസിസ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് അല്ലെ. ആർക്കാണ് ഡയാലിസിസ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള രോഗികൾക്കാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത്. എങ്ങനെയുള്ള രോഗികൾക്കാണ്? അത് കറക്റ്റ് ആണ്, കിഡ്നി പേഷ്യൻസിനാണ് അല്ലെ. കിഡ്നി പേഷ്യൻസിന് ചെയ്യുന്ന ഒരു എന്താ പറയാ ട്രീറ്റ്മെന്റ് ആണ് അല്ലെ ഡയാലിസിസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമുക്കറിയാം അല്ലെ, നമ്മുടെ ശരീരത്തിനകത്ത് എത്ര കിഡ്നി ഉണ്ട്? 2 കിഡ്നി ഉണ്ട് അല്ലെ. ഓക്കെ, 2 കിഡ്നി ആണുള്ളത്. നമുക്ക് ജീവിക്കാൻ ശരിക്കും പറഞ്ഞാല് ഒരു കിഡ്നി ആണെങ്കിലും വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും അല്ലെ. ഓക്കെ, 2 കിഡ്നി ആണ് നമുക്ക് ഉള്ളത്. അപ്പൊ കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? നമ്മുടെ ശരീരത്തിനകത്ത് കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? ഒന്ന് പറഞ്ഞു നോക്കി. എന്താണ് കിഡ്നിയുടെ ഫംഗ്ഷൻ? എന്താണ് നമ്മുടെ ബോഡിയിൽ? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ ബ്ലഡ് ഫിൽറ്ററിംഗ് ആണ് അല്ലെ. അതായത് അത് തന്നെ നബീല, കറക്റ്റ് ആണ് കേട്ടോ. പ്യൂരിഫൈ ബ്ലഡ് അല്ലെ. ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുക, അത് മാത്രമാണോ? മാത്രമല്ല, വേറെ ഒരുപാട് ഫങ്ഷൻസ് അത് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾ പറഞ്ഞൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ആണ്. അതായത് ഓക്കെ, ഇത് കറക്റ്റ്, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ അതായത് രക്തശുദ്ധീകരണമാണ് അല്ലെ. നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യ അതായത് എന്താ പറയാ മാലിന്യങ്ങള് അല്ലെങ്കിൽ മറ്റുള്ളതിനെയൊക്കെ നീക്കം ചെയ്തിട്ട് നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ആളാണ് ആര്? കിഡ്നി. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിനകത്ത് ധാതു ലവണങ്ങള്, ജലം, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ BP, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതിലൊക്കെ അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒത്തിരിയേറെ ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു ഓർഗനാണ് ഇത് കിഡ്നി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇത്തരം കിഡ്നിക്ക് തകരാറ് വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമായിരിക്കും. ഓക്കെ, അപ്പോ നമുക്കറിയാം പല ശാരീരിക അവസ്ഥകളുമുണ്ട് അല്ലെങ്കിൽ പല രോഗാവസ്ഥകളുമുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ കിഡ്നി ഭാഗികമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടൊക്കെ പ്രവർത്തനരഹിതമാകാറുണ്ട്. അപ്പോ ഇങ്ങനെ പ്രവർത്തനരഹിതമായിട്ടുള്ള കിഡ്നിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ശരീരത്തിലുള്ള അധിക ദ്രാവകങ്ങള്, മാലിന്യങ്ങള് എന്നിവയൊക്കെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ അത്തരം സന്ദർഭങ്ങളില് നമ്മൾ കിഡ്നിയുടെ ഫങ്ഷൻ അല്ലെ, കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്, ഒരു സർവീസാണ് ഇത് ഡയാലിസിസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ, ഡയാലിസിസ് എന്ന് പറയുന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തില് ഒരു കിഡ്നി ചെയ്യുന്ന സ്വാഭാവിക പ്രവർത്തനങ്ങളെ നമ്മൾ കുറച്ച് ഉപകരണങ്ങളും യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, നടത്തുന്ന ഒരു പ്രോസസ്സാണ് ഡയാലിസിസ് എന്ന് പറയുന്നത് അല്ലെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ അസുഖത്തിന് അവിടെ ഭേദമാക്കുകയല്ല ചെയ്യുന്നത്. കിഡ്നി ചെയ്യുന്ന ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് അല്ലെ. കിഡ്നി ചെയ്യുന്ന ഫംഗ്ഷൻസിനെ നമ്മൾ കുറച്ച് യന്ത്രങ്ങളും ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ സുരക്ഷിതമായിട്ട് വളരെ അണുവിമുക്തമായിട്ടുള്ള മുറിയിൽ വെച്ച് നടത്തുന്ന ഈ ഒരു പ്രോസസ്സിന് നമ്മൾ എന്താണ് പറയുക? ഡയാലിസിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡയാലിസിസ് എന്താണെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഡയാലിസിസ് എന്താണ്, എത്ര ടൈപ്പ് ഡയാലിസിസ് ഉണ്ട്, അതൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും 2 ടൈപ്പ് ഡയാലിസിസുകളാണ് ഉള്ളത്. ഒന്ന് ഹീമോ ഡയാലിസിസ്, രണ്ടാമത്തത് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിന് ചോദിക്കാം അങ്ങനെയുള്ള ഒരു ചാപ്റ്റർ ആണ്. അങ്ങനത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഹീമോ ഡയാലിസിസ് എന്താണ്, പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണ്, പെരിറ്റോണിയലിൽ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് ഈസി ആയിട്ട് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡയാലിസിസിനെ പറ്റിയിട്ട് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങില്ലേ? ഓക്കെ അല്ലേ? എല്ലാവരും സെറ്റ് അല്ലേ? സെറ്റ് ആണോ? ഓക്കെ,
ഫസ്റ്റ് അത് വായിക്കാട്ടോ. ഇൻട്രൊഡക്ഷൻ. The kidneys are the organs that purify the blood by removing the waste and excess fluid from your body. നിങ്ങൾ പറഞ്ഞ കാര്യമാണ് അല്ലേ? എന്താണ് കിഡ്നിയുടെ ഫംഗ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? എന്താണ് കിഡ്നിയുടെ ഫംഗ്ഷൻ? Kidneys are the organs that purify the blood by removing the waste and excess fluid from your body. അല്ലെ? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അധിക ദ്രാവകങ്ങള്, മാലിന്യങ്ങള്, ഇതിനെ എല്ലാം തന്നെ റിമൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗനാണ് ആര്? കിഡ്നി എന്ന് പറയുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, കിഡ്നി എങ്ങനെയാണ് ഈ മാലിന്യങ്ങൾ പുറത്തേക്ക് കളയുന്നത്? എങ്ങനെയാണ്? യൂറിനിലൂടെയാണ് അല്ലെ? മൂത്രത്തിലൂടെയാണ് കിഡ്നി എന്ത് ചെയ്യുന്നത്? ഇത്തരം മാലിന്യങ്ങളെ പുറന്തള്ളുന്നത്. ഓക്കെ, നോക്കാം. ദിസ് വേസ്റ്റ് ഈസ് സെൻഡ് ടു ദ ബ്ലാഡർ ഫോർ എലിമിനേഷൻ വെൻ യു യൂറിനേറ്റ്. അല്ലെ? മൂത്രത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം മാലിന്യങ്ങളെ എലിമിനേറ്റ് ചെയ്യുന്നത് അല്ലെ? പുറത്തേക്ക് കളയുന്നത്. ഇനി എന്താണ് ഡയാലിസിസ് എന്ന് ചോദിച്ചാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഡയാലിസിസ് ഇസ് എ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് that removes extra fluid and waste products from the blood when the kidneys are not able to. Underline ചെയ്ത് വെക്കാം. ഇതാണ് ഡയാലിസിസ് എന്ന് പറഞ്ഞാല് it is a kind of treatment that removes extra fluid and waste product from the blood when the kidneys are not able to. ഇപ്പൊ പറഞ്ഞ കാര്യമാണ് അല്ലെ? കിഡ്നിക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയാതെ വരുന്ന സമയത്ത് കിഡ്നിയുടെ ഫംഗ്ഷൻ നിർവഹിക്കുന്നതിനായിട്ട്, കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാന്നുള്ളതാണ് അല്ലെ? ആ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, അതും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇതാണ് ഡയാലിസിസ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇഫക്റ്റീവ്ലി ഇൻ ദ 1940s and became a standard treatment for kidney failure starting in the 1970s. അതായത് 1940-കളിലാണ് ആദ്യമായിട്ട് ഡയാലിസിസുകളുടെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഏറ്റവും ആദ്യമായിട്ട് ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് ഏത് കാലഘട്ടത്തിലാണ്? 1940s-ലാണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡയാലിസിസ് ട്രീറ്റ്മെന്റ് വാസ് ഇഫക്റ്റീവ്ലി ഇഫക്റ്റീവ്ലി യൂസ് ചെയ്യുന്നത് ഏത് കാലഘട്ടത്തിലായിരുന്നു? 1940s-ലായിരുന്നു. 1940 കാലഘട്ടത്തിലായിരുന്നു. പിന്നീട് അങ്ങോട്ട് 1970 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ കുറേം കൂടെ എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് അത് മാറുകയാണ് ചെയ്തത്. അപ്പൊ ചോദ്യം ശ്രദ്ധിക്കണം, ഇഫക്റ്റീവ് ആയിട്ട് ഡയാലിസിസ് ആദ്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ഏത് കാലഘട്ടത്തിലാണ്? 1940s-ലാണ്, 1940-ലാണ്. പക്ഷെ പിന്നീട് 1970 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇതൊരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ മാറി. ഓക്കെ, following this millions of patients have been benefited by this treatment. ഇന്നാണെങ്കിലോ ഇഷ്ടം പോലെ ആളുകൾ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് വേറെ എല്ലാം പറഞ്ഞത് കിഡ്നി എന്താണ്, കിഡ്നിയുടെ ആ ഒരു ഫംഗ്ഷൻ ആണ് അവിടെ പറഞ്ഞത് അല്ലെ? അപ്പോൾ നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം, ഡാഷ് ആർ ദ ഓർഗൻസ് ദാറ്റ് പ്യൂരിഫൈ ദ ബ്ലഡ് ബൈ റിമൂവിംഗ് ദ വേസ്റ്റ് ആൻഡ് എക്സസ് ഫ്ലൂയിഡ് ഫ്രം യുവർ ബോഡി എന്ന് ചോദിച്ചാൽ ഏതാണ് ആ ഓർഗൻ? കിഡ്നിയാണ്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് കിഡ്നി ഇത്തരം വേസ്റ്റുകൾ പുറന്തള്ളുന്നത്? യൂറിനേഷൻ യൂറിനേറ്റ് ചെയ്തിട്ട് അല്ലെ? മൂത്രത്തിലൂടെയാണ് ഇത്തരം മാലിന്യങ്ങൾ പുറന്തള്ളുന്നത്. പിന്നെ എന്താണ് ഡയാലിസിസ് എന്ന് പറഞ്ഞാല്? കിഡ്നിക്ക് അതിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത വരുന്ന സന്ദർഭങ്ങളില് മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു സേവനമാണ് ഡയാലിസിസ് സർവീസ് എന്ന് പറയുന്നത്. പിന്നെ ഡയാലിസിസ് സർവീസ് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ഏത് കാലഘട്ടത്തിലാണ്? 1940-ലാണ്. ഏതാണ്? 40-ലാണ് കേട്ടോ. 70 ആയപ്പോ കുറെ കൂടി സ്റ്റാൻഡേർഡ് ആയി മാറിയെന്ന് മാത്രം. 40-ലാണ് ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. അത്രയുള്ള അതിനകത്ത് മനസ്സിലാക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. എന്താണ് പറയുന്നത്? ഡയാലിസിസ് ക്യാൻ ബി ഡൺ ഇൻ എ ഹോസ്പിറ്റൽ, എ ഡയാലിസിസ് സെന്റർ ഓർ അറ്റ് ഹോം. Okay, the doctor will determine which type of dialysis and the best place based on the medical condition. ഡയാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയാലിസിസ് സെന്ററുകൾ ഉണ്ട്, അതുകൂടാതെ വീട്ടിലും ചെയ്യാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുമോ ഡയാലിസിസ്? ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുന്ന ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടില്
നമ്മുടെ രാജ്യത്ത് അത് അത്ര ആയിട്ടില്ല, പക്ഷെ നമ്മുടെ ഫോറിൻ കൺട്രീസിലൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വരികയാണെങ്കിൽ ഏറ്റവും സൗകര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഡയാലിസിസ് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഡോക്ടറാണ് കേട്ടോ. അതാണ് അവിടെ പറഞ്ഞത്. ഡോക്ടർ വിൽ ഡിറ്റർമിൻ വിച്ച് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആൻഡ് ദ ബെസ്റ്റ് പ്ലേസ് ബേസ്ഡ് ഓൺ ദ മെഡിക്കൽ കണ്ടീഷൻ. അത് ഓരോ രോഗിയുടെയും മെഡിക്കൽ കണ്ടീഷന് അനുസരിച്ചുകൊണ്ട് ഇവിടെ ചെയ്യണം, ഏത് ടൈപ്പ് ഡയാലിസിസ് ചെയ്യണം. നമ്മളിങ്ങനെ ടൈപ്പ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഏത് ടൈപ്പ് ഡയാലിസിസ് ചെയ്യണം, അത് എവിടെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് ഡോക്ടറാണ് അത് അഡ്വൈസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അത് ചോദിച്ചിട്ടുള്ളതാണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ദ ലെങ്ത് ഓഫ് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് കേട്ടോ. ഇതിൽ പറയുന്നത് ദ ലെങ്ത് ഓഫ് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് റിലേ ബോഡി സൈസ്, the amount of waste in the body and the present state of health. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് പറയുന്നത്? അതായത് നമ്മൾ ഈ പറയുന്ന ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ, ഓക്കെ, അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെയാണ് ആ 3 കാര്യങ്ങള്. ഒന്നാമത്തത് റിലേ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. റിലേ ചെയ്തത് ഒന്ന് ബോഡി സൈസ്, ഓക്കെ, പേഷ്യന്റിന്റെ ബോഡി സൈസ്, ശരീരത്തിന്റെ വലുപ്പം. രണ്ടാമത്തത് എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, അതായത് ബോഡിയിലുള്ള വേസ്റ്റിന്റെ അളവ്. മൂന്നാമത്തെ എന്താണ്? പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത്, നിലവിലുള്ള രോഗിയുടെ ഹെൽത്തിന്റെ ആ ഒരു കണ്ടീഷൻ. ഈ 3 കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ടാണ്, ഈ 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ നമ്മൾ നിശ്ചയിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ആലോചിച്ച് ബോഡി സൈസ്, അത്യാവശ്യം ശരീരഭാരമുള്ള, ശരീര വലുപ്പമുള്ള ആളാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ചധികം എന്താ പറയാ ഡയാലിസിസ് അവിടെ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ശരീര വലുപ്പം കുറഞ്ഞ ഒരാളും കൂടിയ ആളും തമ്മിൽ നമുക്കറിയാം, ശരീര വലുപ്പം കൂടാന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും, അവരുടെ ശരീരത്തിൽ ഫ്ലൂയിഡ്സ് കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു ഫ്രീക്വന്റ് ആയിട്ട് ചിലപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് ബോഡി സൈസിന് ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത് എന്താണ്? എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, ബോഡിയിലുള്ള വേസ്റ്റിന്റെ അളവ്. ഒരുപാട് വേസ്റ്റ് വരുന്ന ഒരു ബോഡിയാണ് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ബോഡി അതിന് ഒരുപാട് വേസ്റ്റ് ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം ബോഡി വേസ്റ്റ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് കൊണ്ട് ലെങ്ത് കുറച്ചെടുത്താൽ മതി അല്ലെ. അപ്പൊ അത് ഒരു ഫാക്ടറാണ്. പിന്നെ വരുന്നത് പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത് ആണ്, അതായത് ആ ഒരു രോഗിയുടെ നിലവിലുള്ള ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ. ഇപ്പൊ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് ഇരിക്കട്ടെ, ഈ ഫെയിലിയർ ആണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത അധികം വലിയ ഒരുപാട് ഫ്രീക്വന്റ് ആയിട്ട് ഒരു പക്ഷെ നമുക്ക് ഡയാലിസിസ് എടുക്കേണ്ടതായിട്ട് വരില്ല. അതേസമയം വളരെയധികം ഹെൽത്ത് കണ്ടീഷൻ മോശമായിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഇടയ്ക്കിടയ്ക്ക് ഡയാലിസിസ്, ചിലപ്പോ ആ ഡയാലിസിസിന്റെ നമ്പർ നമുക്ക് കൂട്ടേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ലെങ്ത് ഓഫ് ഡയാലിസിസ്, ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത്, അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന 3 ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പൊ ബോഡി സൈസ്, രണ്ടാമത്തത് എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, മൂന്നാമത്തെ എന്താണ്? പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത്, അതായത് ആ രോഗിയുടെ നിലവിലുള്ള രോഗാവസ്ഥ. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് നമ്മൾ നിശ്ചയിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട്. ക്ലിയർ ആയോ? അപ്പൊ അതിന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം? അതായത് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗപ്പെടുത്തിയത് ഏത് കാലഘട്ടത്തിലാണ്? 1940s. പിന്നെ ലെങ്ത് ഓഫ് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്? 3 ഫാക്ടേഴ്സ് ആണ്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? ബോഡി സൈസ്, എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, മൂന്നാമത്തത് പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അടുത്തത് കേട്ടോ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് യൂസസ് ആണ് കേട്ടോ. യൂസസ്, അതായത് നമ്മൾ എവിടെയൊക്കെയാണ്, എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നത്. ഒരു കാര്യം നമുക്കറിയാം, കിഡ്നി ഫെയിലിയർ ആവുമ്പോഴാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത്. പക്ഷെ 2 വ്യത്യസ്ത സാഹചര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതൊന്നും നോക്കാം. ഇതൊക്കെയാണ് ഡയാലിസിസ് ഈസ് ബെനിഫിഷ്യൽ ഫോർ ദ 2 ഡിഫറെന്റ് സിറ്റുവേഷൻസ്. 2 വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ ഡയാലിസിസ്
ഉപയോഗപ്പെടുത്തുന്നത്. ഇതൊക്കെയാണ് രണ്ട് സിറ്റുവേഷൻസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഡയാലിസിസ് മേ ബി യൂസ്ഡ് ഫോർ ദ പേഷ്യൻസ് who have recently lost the kidney functions. റീസെന്റ് ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻസ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ് പറയുന്നത്? ഡയാലിസിസ് മേ ബി യൂസ്ഡ് ഫോർ ദ പേഷ്യൻസ് ഹു ഹാവ് റീസെന്റ് ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻസ്. അതായത് റീസെന്റ് മീൻസ് സഡൻ ആയിട്ട് പെട്ടെന്ന് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകളില്, അല്ലെങ്കിൽ അടുത്തിടെ റീസെന്റ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാണ്, പ്രത്യേകിച്ച് യാതൊരു ഇതുമില്ല, പെട്ടെന്ന് സഡൻലി എന്താണ് കിഡ്നി ഫെയിലിയർ ആവാണ്. ആ രീതിയിൽ റീസെന്റ് ആയിട്ട് കിഡ്നി ഫങ്ഷൻസ് ഫെയിലിയർ ആയിട്ടുള്ള രോഗികളുടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആ ഒരു കണ്ടീഷനെ നമ്മൾ എന്താ പറയാന്നറിയോ? അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്നാണ് പറയാ. എന്താണ് പറയാ? അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ ARF എന്നാണ് പറയാ കേട്ടോ. ARF കേട്ടോ. എന്താണ്? അക്യൂട്ട് റീനൽ ഫെയിലിയർ. അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ? അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ അക്യൂട്ട് റീനൽ എന്ന വാക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. റീനൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് അല്ലെ. അപ്പൊ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കണ്ടീഷൻ ഹു ഹാവ് റീസെന്റ് ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻ. പെട്ടെന്ന് അടുത്തിടെയായിട്ട് കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ നിലച്ചു പോകുന്ന അവസ്ഥയെയാണ് നമ്മൾ അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ ARF എന്ന് പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ARF എന്നായിരിക്കും കാണുന്നത്. അപ്പൊ എന്താണെന്നൊന്നും വിചാരിക്കരുത്, അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്നാണ് കേട്ടോ. ഓക്കെ, അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താന്ന് നോക്കിയേ? യൂസ്ഡ് ഫോർ പേഷ്യൻസ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻസ് കേട്ടോ. അതെല്ലാം ചെയ്ത് വെക്കാം. അതായത് ശാശ്വതമായിട്ട് സ്ഥിരമായിട്ട് കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചു പോയിട്ടുള്ള രോഗികളിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഡയാലിസിസ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പെർമനന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻസ്, അതിന് നമ്മൾ എന്താ പറയാന്നറിയോ? ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്നാണ് പറയുന്നത്. ഇതാണ് ക്രോണിക്, വിട്ടുമാറാത്തത് എന്ന് പറഞ്ഞാൽ എന്താ? ശാശ്വതമായിട്ട് പെർമനന്റ് ആയിട്ട് കിഡ്നി ഫെയിലിയർ ആയെന്ന് അർത്ഥം അല്ലെ. അതാണ് ഇപ്പൊ ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ അഥവാ ESKD എന്നൊക്കെയാണ് പറയുന്നത്. ESKD എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന്, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, അപ്പൊ ARF-ഉം ESKD-യും അത് ഓർത്ത് വെക്കുന്നുണ്ട്. ARF എന്ന് പറഞ്ഞാൽ എന്താണ്? അക്യൂട്ട് റീനൽ ഫെയിലിയർ. അതെന്താണ്? ദ കണ്ടീഷൻ ഹു ഹാവ് റീസെന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻ, അതിനെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് കണ്ടീഷൻ ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻ, അതിന് ക്രോണിക് അഥവാ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്നാണ് പറയുന്നത്. ഈ രണ്ട് കണ്ടീഷൻ, ഈ രണ്ട് സിറ്റുവേഷൻസിന് നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ഡയാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ പേഷ്യൻസ് ഹു ഹാവ് റീസെന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻസ് ആർ കോൾഡ്. ഓപ്ഷൻസ് അതിനകത്ത് ARF ഉണ്ടായിരുന്നു, ESKD ഉണ്ടായിരുന്നു, HD ഉണ്ടായിരുന്നു, PD ഉണ്ടായിരുന്നു. എന്താണ് കറക്റ്റ് ആൻസർ വരിക? ARF ആണ് കേട്ടോ. എന്താണ് ARF കേട്ടോ? അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്നാണ് പറയുക കേട്ടോ. രണ്ടാമത്തത് പെർമനന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻ ആണ്. അതിന് നമ്മൾ ESKD എന്നാണ് പറയുക കേട്ടോ. എൻഡ് സ്റ്റേജ് അഥവാ ക്രോണിക് കിഡ്നി റീനൽ ഫെയിലിയർ എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് അത് ഈ പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കാം. അതിന്റെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അഥവാ AKI എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ARF-ലെ അത് തന്നെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ ARF എന്ന് പറഞ്ഞാലും AKI അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആണ് കേട്ടോ. രണ്ടും സെയിം ആണ്, വേറെ അല്ല കേട്ടോ. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി AKI ARF എന്ന് പറഞ്ഞ സെയിം തന്നെയാണ്. എന്താണ്? എ സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓർ കിഡ്നി ഡാമേജ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാകുന്ന എന്താണ്? കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി ഡാമേജ്, അതിനെയാണ് നമ്മൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അഥവാ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? ദാറ്റ് ഹാപ്പൻസ് വിത്തിൻ എ ഫ്യൂ അവേഴ്സ് ഓർ ഡേയ്സ്. അതെന്ന് പറഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ടൊക്കെയാണ് അങ്ങനൊരു അവസ്ഥ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോ AKI is normally treated in a hospital setting with the intravenous fluids that means given through the vein. Okay, അപ്പൊ സാധാരണ IV fluid settings ഒക്കെ ഉള്ള ഹോസ്പിറ്റലിലാണ് ഇത്തരത്തിലുള്ള AKI ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞില്ല IV അല്ലെ, given through the vein, വെയിനിലൂടെ മരുന്നുകൾ കേട്ടില്ലേ, ഫ്ലൂയിഡ്സ് കൊടുക്കൂലേ. അപ്പൊ അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ഉള്ള അത്തരം
ഹോസ്പിറ്റൽ സെറ്റിയിലാണ് നമ്മൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിക്കുള്ള ട്രീറ്റ്മെന്റുകളും മറ്റുമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇൻ ക്രിട്ടിക്കൽ കേസസ് ഡയാലിസിസ് മേ ആൾസോ ബി നെസസറി ഫോർ എ ഷോർട്ട് ടൈം ടിൽ ദ കിഡ്നീസ് ഗെറ്റ് ബെറ്റർ. ഇനി അത് തന്നെ വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെങ്കിൽ, ക്രിട്ടിക്കൽ കേസിലാണെങ്കിൽ നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. എത്ര നാൾ വരെ? കിഡ്നി ഒന്ന് ബെറ്റർ ആകുന്നത് വരെ ഡയാലിസിസ് അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഒരു പരിധി വരെ നമുക്ക് എന്താന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണെന്ന് പറയാം. റിവേഴ്സിബിൾ ആണെന്ന് പറയാം. കാര്യം എന്താണെന്ന് അറിയാമോ? അതായത് ആ പെട്ടെന്ന് ഉണ്ടാകുന്ന കിഡ്നി ഫെയിലിയർ ആണ്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, റീസൺ ഉണ്ടാവും. അപ്പൊ ആ റീസൺ എന്താന്നുള്ളത് കറക്റ്റ് ഡയഗ്നൈസ് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പഴയ ഒരു ഫംഗ്ഷനിലോട്ട് കിഡ്നീനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അവർ പറഞ്ഞത് കിഡ്നി ഒന്ന് ബെറ്റർ ആകുന്നത് വരെ ചിലപ്പോൾ നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അത് തന്നെ റിവേഴ്സിബിൾ ആണ്. എന്നുവെച്ചാൽ നമുക്കത് ആ ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന കിഡ്നി ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ അതിന്റെ കാരണം എന്താണ് എത്രയും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് ഡയഗ്നൈസ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ കുറെ കൂടി കിഡ്നിയുടെ ഫംഗ്ഷൻ ബെറ്റർ ആകും. അപ്പൊ അത് റിവേഴ്സിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത് അത്രേ ഉള്ളൂ കേട്ടോ. അടുത്തതാണ് കിഡ്നി ഫെയിലിയർ. രണ്ടാമത് പറഞ്ഞ സിറ്റുവേഷനിൽ നമ്മള് എൻഡ് സ്റ്റേജ് അഥവാ ക്രോണിക് കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞില്ലേ, അതിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത് കേട്ടോ. ആസ് പെർ ദ നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ, എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ഹാപ്പൻസ് when the kidneys are functioning at only 10 to 15% of their normal function. Underline ചെയ്യാം കേട്ടോ. അതായത് കിഡ്നിയുടെ പ്രവർത്തനം ഏകദേശം ഒരു 10-15% ചുരുങ്ങി പോകുന്നതിനെയാണ് നമ്മൾ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിക്കും എത്ര പെർസെന്റേജ് കുറയുമ്പോഴാണ് ഒരു കിഡ്നിയുടെ പ്രവർത്തനം ഒരു 10 to 15% കുറയുക എന്ന് പറയുമ്പോൾ ഏകദേശം കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞു അല്ലെ. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്, അത് ക്രോണിക് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. Okay, at this stage the kidneys will not be able to keep you alive without extra help. Okay, അതിന്റെ സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കിഡ്നിയുടെ എന്താ പറയാ, കിഡ്നി ഒരിക്കലും നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം വരും. This is also known as end stage kidney disease അഥവാ ESKD എന്നാണ് പറയുക. end stage kidney disease എന്നാണ് പറയുക. In the kidney failure, dialysis is only able to do some of the work of healthy kidneys, but it is no cure for kidney disease. അതെന്താ പറയുന്നത്? അതായത് അത്തരം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയാലിസിസിലൂടെ മാത്രമേ ലൈഫ് നമുക്ക് നിലനിർത്താനായിട്ട് പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കി വെക്കുക, ഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും കിഡ്നിയുടെ അസുഖത്തിന് അത് ഭേദമാക്കുന്നില്ല. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ഡയാലിസിസ് ഈസ് ഓൺലി, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും കിഡ്നി അസുഖത്തിന് അവിടെ ഇല്ലാതാക്കിയല്ല ചെയ്യുന്നത്. പകരം എന്താണ്, ആ കിഡ്നി ചെയ്യുന്ന ഫംഗ്ഷന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഡയാലിസിസ് ചെയ്തത് കൊണ്ട് കിഡ്നിയുടെ അസുഖത്തിനെ ഭേദമാക്കുകയോ അവിടെ ഡിസീസ് കുറയോ ചെയ്യുന്നില്ല. പക്ഷെ കിഡ്നി ചെയ്യുന്ന ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കുക, വിത്ത് ESKD the patient will require dialysis for the rest of your life or until he or she is able to get a kidney transplant. അപ്പോൾ ESKD വന്നാൽ, അതായത് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഡയാലിസിസ് അത്യാവശ്യമാണ്. ഏതുവരെ? കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തത് വരെ.
അല്ലെ? അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. അത് ഒന്നില്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക അവസാന സ്റ്റേജ് ആണ്. അതുവരെ നമുക്ക് ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണോ? ഈ രണ്ട് സിറ്റുവേഷൻസ് ആണ് അവിടെ നോക്കേണ്ടത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, രണ്ട് കാര്യങ്ങൾ ഓർക്കാട്ടോ. AKI എന്ന് പറയുന്നതും ARF എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. അതെന്താണ് ആ കണ്ടീഷൻ? റീസെന്റ് ലോസ്റ്റ് ദ കിഡ്നി ഫംഗ്ഷൻ. സഡൻ കിഡ്നി ഫെയിലിയറിനെയാണ് നമ്മൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അഥവാ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ESKD എന്ന് പറഞ്ഞാൽ ഇസ് ദ കണ്ടീഷൻ വെർ ദ കിഡ്നി ഫംഗ്ഷൻ എന്താണ്? പെർമനന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫംഗ്ഷൻ ആണ് കേട്ടോ എന്താണ് എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. പിന്നെ ഓർക്കാം, കിഡ്നിയുടെ ഒരു എൻഡ് സ്റ്റേജ് ആയി എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനിൽ വരുമ്പോഴാണ്? കിഡ്നിയുടെ പ്രവർത്തനം 10 to 15% കുറയുമ്പോഴാണ് നമ്മുടെ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അടുത്തേക്ക് പോവാം കേട്ടോ. ഹൗ ഇറ്റ് വർക്ക്സ് കേട്ടോ, ഹൗ ഇറ്റ് വർക്ക്സ് നോക്കാം. ഡയാലിസിസ് ഡിസ്ചാർജസ് സം ഓഫ് ദ ഡ്യൂട്ടീസ് ദാറ്റ് കിഡ്നി നോർമലി ഡസ് ടു കീപ് യുവർ ബോഡി ഇൻ ബാലൻസ്. ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞ് കിഡ്നി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് അവിടെ പോയിന്റുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെയാണ്. അപ്പൊ ജസ്റ്റ് അതൊന്ന് വായിക്കാം കേട്ടോ. ഫസ്റ്റത്തെ പോയിന്റ് ഇതാണ്: properly functioning kidneys prevent the extra water, waste and other impurities from piling up in the body. എന്താണ്? properly functioning kidneys prevent extra water, waste and other impurities from piling up in the body. piling എന്ന് വെച്ചാൽ എന്താ? കുമിഞ്ഞു കൂടുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് ശരിയായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന കിഡ്നി എന്ന് പറയുന്നത്, നമുക്കറിയാം കിഡ്നിയുടെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അധിക ദ്രാവകങ്ങള്, മാലിന്യങ്ങള്, മറ്റുള്ള ഇംപ്യൂരിറ്റീസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ കുമിഞ്ഞു കൂടുന്നത് തടയുന്നു എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ നീക്കം ചെയ്യും അല്ലെ, അതാണ്. ഓക്കെ, കിഡ്നിയുടെ ഫസ്റ്റ് ഫംഗ്ഷൻ അറിയാലോ, അതാണ് പ്രിവെന്റ് എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ് ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് ഫ്രം പൈലിംഗ് അപ്പ് ഇൻ ദ ബോഡി. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്: ദേ ആൾസോ ഹെൽപ്പ് ടു കൺട്രോൾ ബ്ലഡ് പ്രഷർ, അതാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ആൻഡ് കൺട്രോൾ ദ ലെവൽസ് ഓഫ് കെമിക്കൽ എലിമെന്റ്സ് ഇൻ ദ ബ്ലഡ്, അതായത് നമ്മുടെ രക്തത്തിലുള്ള ധാതു ലവണങ്ങൾ, കെമിക്കൽ എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ധാതു ലവണങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. ഏതൊക്കെയാണ് ആ എലമെന്റ്സ്? ദീസ് എലമെന്റ്സ് മേ ബി സോഡിയം ആൻഡ് പൊട്ടാസ്യം. നമ്മുടെ ശരീരത്തിനകത്ത് സോഡിയം പൊട്ടാസ്യം നമ്മൾ കേട്ടിട്ടില്ലേ? സോഡിയം കുറഞ്ഞു പോയി, പൊട്ടാസ്യം കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത്തരത്തിലുള്ള ധാതു ലവണങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും അത് തന്നെയാണ്, കിഡ്നിയാണ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്: കിഡ്നീസ് ഈവൻ ആക്ടിവേറ്റ് എ ഫോം ഓഫ് വിറ്റാമിൻ ഡി ദാറ്റ് എൻഹാൻസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. അതായത് നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്? കിഡ്നി സഹായിക്കുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും വിറ്റാമിൻ ഡി, സൂര്യപ്രകാശത്തിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു വിറ്റാമിൻ ആണ്. അതുകൂടാതെ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോ ഇത്തരത്തില് കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്ന വിറ്റാമിൻ ഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്? കിഡ്നി സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് കിഡ്നിയുടെ മെയിൻ ഫങ്ഷൻസ് ആയിട്ട് അവിടെ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? കിഡ്നി എന്തൊക്കെ ചെയ്യുന്നു? ഇറ്റ് പ്യൂരിഫൈ ഇറ്റ് പ്രിവെന്റ് ദ എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ് ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് ഫ്രം പൈലിംഗ് അപ്പ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ അധിക മാലിന്യങ്ങള്, അതുപോലെ തന്നെ എന്താ പറയാ, അധിക ദ്രാവകങ്ങള് കുമിഞ്ഞു കൂടുന്നത് തടയുന്നു അല്ലെ. അതോടൊപ്പം രണ്ടാമത്തെ എന്താണ്? ഇറ്റ് കൺട്രോൾ ദ ബ്ലഡ് പ്രഷർ അല്ലെ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. ഇറ്റ് കൺട്രോൾ ദ ലെവൽസ് ഓഫ് കെമിക്കൽ ഇൻ ദ ബ്ലഡ് അല്ലെ, നമ്മുടെ ബ്ലഡിലുള്ള ധാതു ലവണങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഏതൊക്കെയാണ് ആ ധാതു ലവണങ്ങൾ? സോഡിയം, അതുപോലെ തന്നെ പൊട്ടാസ്യം ആണ്. അതുപോലെ കിഡ്നി ആക്ടിവേറ്റ് ദ ഫോം ഓഫ് വിറ്റാമിൻ ഡി that enhances the absorption of calcium. അല്ലെ, കാൽസ്യത്തിന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനായിട്ട് എന്ത് സഹായിക്കുന്നു? കിഡ്നി സഹായിക്കുന്നു. ഓക്കെ, ക്ലിയർ? ഇനി എന്താണ്? when kidneys are unable to perform these functions due to disease or injury, it is dialysis that can help the body run as normally as possible. Without dialysis, salts and other waste products will pile up in the blood and poison the body and damage other organs. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടത് കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ്. ഒന്ന് നിങ്ങൾ ആലോചിക്കാം,
കിഡ്നി തകരാറിലായി കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ശരീരത്തിന് പ്രശ്നമായിരിക്കും അല്ലെ. ഇതൊക്കെ എല്ലാം നമ്മുടെ പ്രശ്നമായി മാറും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് ഡയാലിസിസ് ചെയ്യാണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ആ സമയത്ത് നമ്മൾ ഡയാലിസിസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വേസ്റ്റ് പ്രോഡക്റ്റുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും അത് നമ്മുടെ ബോഡിനെ പോയിസൺ ആക്കുകയും അത് മറ്റുള്ള ഓർഗൻസിനെ നശിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് കിഡ്നി. ഓക്കെ, കിഡ്നി എന്തുമാത്രം ഫങ്ഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇതിലൊക്കെ വാരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഡയാലിസിസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇത്രയും മതി. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നല്ലപോലെ വായിക്കാം. ഞാനത് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ എടുത്ത ഭാഗങ്ങൾ നല്ല പോലെ വായിക്കണം കേട്ടോ. കാര്യം ഇനി നമ്മള് ഇതിനകത്ത് വേറെ ഒരുപാട് പഠിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ക്ലിയർ ചെയ്ത് പോകണം. ഷോർട്ട് ഫോമുകളൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ARF, ESKD. അപ്പൊ അതൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്താന്ന് തോന്നരുത്. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മിസ്, ആ കിഡ്നി ഫംഗ്ഷന്റെ ലാസ്റ്റ് പോയിന്റ് ഒന്ന് പറയാമോ? കിഡ്നിയുടെ ഫംഗ്ഷൻ ലാസ്റ്റ് പോയിന്റ് അല്ലെ? ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണോ? വെൻ കിഡ്നീസ് ആർ അൺഎബിൾ ടു പെർഫോം, അതാണോ പറഞ്ഞത്? അതെ മിസ്, അതെ. അത് വേറൊന്നുമല്ല, നമ്മൾ മുകളിൽ പറഞ്ഞതാണ് അതിന്റെ ഫംഗ്ഷൻസ്. ആദ്യത്തെ 3 പോയിന്റുകളില്ലേ, അതാണ് കിഡ്നിയുടെ ഫംഗ്ഷൻ. 4ാമത്തെ പോയിന്റ് അല്ല പറയുന്നത്. ഈ പറയുന്ന ഫംഗ്ഷൻസ് കിഡ്നിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. വെൻ കിഡ്നീസ് ആർ അൺഎബിൾ ടു പെർഫോം ദീസ് ഫംഗ്ഷൻസ് due to disease or injury, it is dialysis that can help the body run as normally as possible. ഓക്കെ, ഈ പറയുന്ന മുകളിൽ പറഞ്ഞ 3 കിഡ്നിയുടെ ഫംഗ്ഷൻ ആണ്. അത് കിഡ്നിക്ക് ചെയ്യാൻ പറ്റാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഡയാലിസിസ് കൊണ്ട് മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, വിത്തൗട്ട് ഡയാലിസിസ് സാൾട്സ് ആൻഡ് അതർ വേസ്റ്റ് പ്രോഡക്റ്റ് വിൽ പൈൽ അപ്പ് ഇൻ ദ ബ്ലഡ്. ഡയാലിസിസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ വേസ്റ്റ് പ്രോഡക്റ്റ് ഒക്കെ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടും അല്ലെ? ദാറ്റ് വിൽ പോയിസൺ ദ ബോഡി, നമ്മുടെ ബോഡിയിൽ പോയിസൺ ആകും അല്ലെ? ആൻഡ് ഡാമേജ് അതർ ഓർഗൻസ്, മറ്റുള്ള ഓർഗൻസിനെ അത് നശിപ്പിക്കും. ഓക്കെ, പോയിന്റ് അല്ല അത് വേറെ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നാ താങ്ക് യു. Thank you, Miss. Thank you, Miss.